നാരായണ. ശ്രീ ഗുരുവായൂരപ്പ. ശ്രീമദ് നാരായണീയം ദശകം 38 ഭഗവാന്റെ അവതാരം നന്ദജയും അവതരിക്കുന്നതായിട്ടുള്ള രംഗം നമുക്ക് കേൾക്കാം. ഓം ആനന്ദരൂപ ഭഗവന്നയി തേവതാരേ പ്രാപ്തേ പ്രദീപ്തഭവദംഗനിരീയമാണൈ കാന്തിവ്രജൈരിവ ഖനാഖനമണ്ഡലൈർദ്യാമാവൃണ്വതി വിരുരുചേ കില വർഷവേളാം. അയി ആനന്ദരൂപ ഭഗവൻ തേ അവതാരേ പ്രാപ്തേ പ്രദീപ്തഭവദംഗനിരീയമാണൈ കാന്തിവ്രജൈ ഇവ ഖനാഖനമണ്ഡലൈ ദ്യാം ആവൃണ്വതി വർഷവേള വിരുരുചേ കില. അയി ഭഗവാനെ, അല്ലയോ അങ്ങനെ എന്നുള്ള നിലയ്ക്ക് ആനന്ദരൂപ ഭഗവാൻ പരിപൂർണതമൻ സച്ചിദാനന്ദ സ്വരൂപമാണ്. സത്ത് എന്നുള്ളത് സാക്ഷാത് അസ്തിത്വം. ഇപ്പം നമുക്ക് ഈ കാണുന്നതൊക്കെ അതിൽപ്പെട്ടതാ വിരാട്ട് എന്നുള്ള നിലയ്ക്ക്. ഇവിടെ ഭഗവാന്റെ അസ്തിത്വം, കൃഷ്ണരൂപം, ചിത്ത്, അത് കേവലബോധം, അത് ഭഗവാനാണ്. ഇപ്പം ഈ വിരാട്ട് അത് ഭഗവാനാണ്. അതിലൊരു ഭഗവത്വം നമുക്ക് കാണാനുണ്ട്, അത് ചിത്ത്. ഇനി ആനന്ദം, അതുകൊണ്ട് നമുക്ക് കിട്ടുന്നതായിട്ടുള്ള ശാശ്വത ആനന്ദം. സത്ത് എന്നുള്ളത് ഇപ്പം നമ്മൾ കാണുന്നത് സത്ത്, സാത്വികം, അതിൻ്റെ സാരം, ഇങ്ങനെയൊക്കെ ആവാം. പിന്നെ അത് ഇന്നതായിരിക്കും, ഇന്നത് തന്നെയാണ് എന്നുള്ളൊരു ഉറപ്പിക്കൽ, ചിത്ത്. അത് ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ധാരണയിലെത്തൽ, ചിത്ത്. അതിൽ നിന്നും കിട്ടുന്നതായിട്ടുള്ള ഭാവമാണ്, അനുഭവം ആണ് ആനന്ദം. അതാണ് ശാശ്വതാനന്ദം, സച്ചിദാനന്ദം. സത്ത്, ചിത്ത്, ആനന്ദം ആണ് സച്ചിദാനന്ദം. അപ്പം ഇത് മൂന്നും നല്ലോണം അറിയണം. ഈ നമ്മളെ പറ്റി പറയുമ്പോൾ നമ്മളിപ്പോൾ ദേഹബോധത്തോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ദേഹം ഞാനാണ്, അത് അതിൻ്റെ സത്ത് തന്നെയാണ്. ഈ സാത്വികമായിട്ടുള്ള മനുഷ്യ ശരീരം അതതിൻ്റെ ഭൗതികമായിട്ട് രജോ ഗുണമായിക്കോട്ടെ, കുറേ മലിനങ്ങളുണ്ട്, അതായിക്കോട്ടെ. പക്ഷേ എങ്കിലും അതിനൊരു സാത്വിക ഭാവമുണ്ട്. കാരണം അതുകൊണ്ടാണ് ഭഗവാൻ ഹൃദയത്തിൽ വസിക്കുന്നു, മനസ്സിൽ വസിക്കുന്നു എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഈ പ്രപഞ്ച അംശമായിട്ടുള്ള, പ്രകൃതി അംശമായിട്ടുള്ള അതിൻ്റെ പൂർണ്ണം ആയിട്ടുള്ളൊരു രൂപമാണ് സത്യ മനുഷ്യൻ്റെ. അപ്പോൾ ആ മനുഷ്യൻ ഒരു സാത്വിക ഭാവമാണ്. നമ്മുടെ ദേഹം, ദേഹത്തിനോട് കൂടിയിട്ട് മനസ്സും കൂടിയുണ്ട്, അതും അതിൽ ഉൾപ്പെട്ടതാ. പ്രാണനും മനസ്സും ഈ ദേഹത്തോട് കൂടിയിട്ട് ബന്ധിക്കപ്പെട്ടതാ. അതിന് ശേഷമേ ഈ ജീവൻ അതിലേക്ക് ചേരുള്ളൂ. ജീവന് ഇത് നാലും നിർബന്ധ. ജീവൻ്റെ ഒപ്പം മനസ്സുണ്ടാവും, ശരീരത്തിൻ്റെ ഒപ്പം പ്രാണൻ ഉണ്ടാവും. ആ പ്രാണനും മനസ്സും ശരീരവും കൂടിയിട്ട് ചേർന്നാലാണ് അതിന് ഇപ്പോഴത്തെ ഈ അസ്തിത്വം ഉണ്ടാവുള്ളൂ. അതിനെ അറിയലാണ് ഈ കേവലബോധം. ഇപ്പം നമുക്ക് പറയാനൊക്കെ പറ്റും, ഞാൻ ഈശ്വരനാണ്, ഞാൻ ബ്രഹ്മാംശമായിട്ടുള്ള ജീവനാണ്, ഈ ജീവനെ കൊണ്ടു നടക്കുന്നത് ഈ ശരീരമാണ്, ഈ ശരീരത്തിന് വേണ്ട ഊർജാദികളെ തരുന്നത് പ്രാണനാണ്, നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന ഈ ഉപയുക്തമായിട്ടുള്ള ഈ ശരീരത്തെ കൊണ്ട് കർമ്മങ്ങളായിട്ട് ഭവിക്കുന്നത് മുഴുവൻ മനസ്സിൻ്റെ പ്രേരണ കൊണ്ടാണ്. ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ ഇതൊക്കെ അനുഭവം. എങ്ങനെ അനുഭവം? നമ്മൾ ഈ സുഖദുഃഖങ്ങളിലൂടെ ശരീരത്തിലൂടെ അനുഭവിക്കണേ ഉള്ളൂ. അതല്ലാതെ കണ്ട് അതിൻ്റെ ഉപരി ഒരു അനുഭവമുണ്ട്. ആ അനുഭവത്തിലേക്ക് എത്തണമെങ്കിൽ അവിടേക്ക് എത്തണം. ഇപ്പം നമ്മൾക്ക് അവിടേക്ക് എത്താൻ സാധിക്കില്ല. ഈ ശരീരബോധത്തോടു കൂടി ഇരിക്കുമ്പോൾ അവിടെ നിന്ന് ഉണ്ടെന്ന് പറയാനേ പറ്റുള്ളൂ, അത് അനുഭവിക്കാൻ സാധിക്കില്ല. അത് എപ്പോഴേ അനുഭവിക്കാൻ സാധിക്കുള്ളൂ? ഈ സത്തും അസത്തും വ്യത്യാസം ഉണ്ടാവരുത്. അരിയായാലും ചോറായാലും നെല്ലായാലും
നമുക്കതിനെ ആഹരിക്കാൻ പറ്റണം. ഇനി മണ്ണായാലും കല്ലായാലും ആഹരിക്കാൻ പറ്റണം. അത് നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് എല്ലാം വ്യത്യാസമുണ്ട്. നമുക്ക് ചോറേ പറ്റൂ. അരി കഴിക്കാച്ചാൽ എത്ര പറ്റും? ഒരു പിടി അരി പരമാവധി കഴിക്കാൻ പറ്റുമായിരിക്കാം. എളുപ്പമല്ല. അത് നെല്ലായാലോ ഭൂമിയോട് കൂടിയിട്ട് നമുക്ക് പറ്റില്ല. അത് വൈക്കോലോട് കൂടിയിട്ടോ തീരെ പറ്റില്ല. പക്ഷേ ഇതേ നമ്മൾ തന്നെ കറുകപ്പുല്ലും ദർഭപ്പുല്ലുമല്ലേ ഹോമിക്കുന്നത്. കറുകപ്പുല്ല് കൊണ്ടും ദർഭപ്പുല്ല് കൊണ്ടും അല്ലേ ഈ പിതൃക്കൾക്ക് അതിൻ്റെ പലതും കൊടുക്കുന്നത്. ദർഭപ്പുല്ല് അതിൽ ചേർക്കാറുണ്ട്. ആ ഹവിസുകളിലേക്ക് പലതിനും ദർഭപ്പുല്ല് ചേർക്കാറുണ്ട്. കറുകപ്പുല്ല് മാത്രം, കറുകച്ചാറ് മാത്രം കഴിക്കുന്നതായിട്ട് ദുർവാസാവ് എന്നാ പറയുന്നേ, ദുർവാസാവിന്. അപ്പം അതിൻ്റെ സാരം എന്താ? നമുക്കത് മതി. പക്ഷെ നമുക്ക് ഇപ്പം കൂട്ടിയാൽ പറ്റില്ല. അതാ ഇലയും പുല്ലും തന്നിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. ഋഷിമാരൊക്കെ അങ്ങനെ ജീവിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പം അത് കേവല ബോധത്തിലെത്തിയാലാണ് എന്ത് പറ്റുള്ളൂ, ഇത് മറികടക്കാൻ ഇങ്ങനൊരു ഉപായമുണ്ട് എന്നുള്ളത് തന്നെ അറിയാൻ പറ്റുള്ളൂ. അതിൻ്റെയും അടുത്തതാണ് ആനന്ദം. അപ്പം ഇത് മൂന്നും കൂടി ചേർന്നാലാണ് സച്ചിദാനന്ദം. സച്ചിദാനന്ദ രൂപത്തെ നമ്മൾ എപ്പോഴേ അറിയുള്ളൂ? ഭഗവത് അനുഗ്രഹം, നമുക്കൊരു താതാത്മ്യം കിട്ടണം, ആ സമയത്ത് മാത്രമേ അതറിയുള്ളൂ. ശ്രീകൃഷ്ണ ശരണം. നമ്മളെ ഈ ശാശ്വതാനന്ദത്തിലേക്ക് എത്തിക്കാനുള്ള ഉപായമായിട്ട് ഭഗവാൻ സ്വീകരിച്ചുള്ള ഒരു ശരീരമാണ് ശ്രീകൃഷ്ണ ശരീരം. സ്വേച്ഛോപാത്തവുമായിട്ട് ഭഗവാൻ മനുഷ്യ ശരീരത്തിൽ വാമനായിട്ടും പരശുരാമനായിട്ടും ശ്രീരാമനായിട്ടും ബലരാമനായിട്ടും ശ്രീകൃഷ്ണനായിട്ടും വന്നത്, അതിൽ ശ്രീകൃഷ്ണനായിട്ട് വന്നത് നമ്മളെ ആ ഒരു ഭാവത്തിലേക്ക് എത്തിക്കാൻ തന്നെയാണ്. അതുകൊണ്ട് ആനന്ദരൂപ ഭഗവാനെ അങ്ങ് തേ അവതാരെ, ഇപ്പോഴത്തെ ഈ ശ്രീകൃഷ്ണാവതാരം പ്രാപിച്ചതിന് ശേഷം പ്രദീപ്ത ഭവദംഗ നിരീയമാണേഹി, പ്രശോഭിക്കുന്നതായിട്ടുള്ള അങ്ങയുടെ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന എന്ന് അതിനർത്ഥം. പ്രദീപ്ത അതായത് വല്ലാത്തൊരു പ്രകാശമാണ്. സ്വയം പ്രകാശം ചൊരിയുന്ന ഭാവത്തിലാണ് അവതാരങ്ങളൊക്കെ ഉണ്ടാകുക. രത്നായാലും സൂര്യനായാലും മറ്റേ നക്ഷത്രങ്ങളായാലും അതൊക്കെ സ്വയം പ്രകാശം വരും. തീയ്, അഗ്നി, അങ്ങനെയുള്ള സ്വയം പ്രകാശിക്കും. അപ്പം അതേപോലെ തന്നെയാണ് ഈ സജ്ജനങ്ങൾ, ഭക്തന്മാർ ഒക്കെ സ്വയം പ്രകാശിത രൂപമാണ്. അതേപോലെ തന്നെ അവതാര സ്വരൂപങ്ങളും സ്വയം പ്രകാശത്തെ ഉണ്ടാക്കും. അപ്പം ഇങ്ങനെയുള്ള ആ പ്രദീപ്ത ഭവത് അംഗ നിരീയമാണ് ഈ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്നതായിട്ടുള്ള ഈ പ്രകാശം കാന്തിവ്രജൈഹി ഇവ, അത് സൂര്യൻ്റെ രശ്മികൾ കാന്തി പുറപ്പെടുവിക്കുന്നത് പോലെ, കാന്തി സ്ഫുരണങ്ങൾ എന്ന പോലെ കാന്തിവ്രജൈഹി ഇവ ഘനാഘന മണ്ഡലൈഹി, ഈ മേഘസമൂഹങ്ങളിൽ, ഘനാഘനം ഇപ്പോൾ മേഘത്തിൻ്റെ നിറാണ് ഭഗവാൻ. അപ്പോൾ ആ മേഘത്തിൻ്റെ മുകളിലേക്ക് ഈ ഭഗവാന്റെ പ്രകാശം കൊണ്ട് തട്ടുമ്പോൾ, നമ്മൾ സൂര്യൻ്റെ പ്രകാശം മേഘത്തിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക പ്രഭയില്ലേ, അത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു കുളിരാണ്, മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. എന്ന കൂട്ടത്തിൽ ഈ ഘനാഘന മണ്ഡലൈഹി, ഈ മേഘസമൂഹത്തിലെ ഈ പ്രകാശത്തെ, ഈ ആകാശത്തെ, അന്തരീക്ഷത്തെ ആവൃണ്ണതി ആച്ഛാദനം ചെയ്യുന്നു. വർഷവേള വിരുരുചേക്കില, അപ്പോൾ വർഷകാലം പ്രകാശിച്ചു, ആ സമയത്ത് വർഷം സംഭവിച്ചു. ഇവിടെ ഭഗവാന്റെ ഈ അവതാരം അടുത്തിരിക്കുന്ന സമയത്ത് വിരാട്ട് മുഴുവൻ ഭഗവാന്റെ അവതാരത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി എന്ന് പറയുന്നതിൻ്റെ വിശദീകരണങ്ങളാണ് ഓരോന്നോരോന്നായിട്ട്. അപ്പം ഇങ്ങനെ പ്രശോഭിക്കുന്ന ശരീരം, അതേപോലെ കാന്തി സ്ഫുരിക്കുന്നതായിട്ടുള്ള മേഘം, ആകാശം മുഴുവൻ ഒരു പ്രത്യേക സുഖാനുഭൂതി തരുന്നു. വർഷകാലം ആരംഭിച്ച ആ സമയം, സ്വതേ വർഷകാലം ആരംഭിച്ച സമയമല്ല, കർക്കിടകം ചിങ്ങം 2ാമത്തെ മാസമായല്ലോ. അപ്പോൾ വർഷം നല്ലോണം കഴിഞ്ഞ് പെരുമഴയാണ് കഴിഞ്ഞുള്ള കാലമാണ്. അപ്പോൾ ആ സമയത്ത് ഭഗവാൻ അവതരിക്കാൻ തയ്യാറായിട്ട് നിന്നു എന്ന് സാരം.
ആനന്ദരൂപ ഭഗവൻ ഐ തേ അവതാരേ പ്രാപ്തേ പ്രദീപ്ത ഭവദംഗ നിരീയമാണൈഃ കാന്തിവ്രജൈഃ ഇവ ഘനാഘനമണ്ഡലൈഃ ദ്യാം ആവൃണ്വതി വിരുരുചേ കില വർഷവേളാം. അപ്പോൾ നന്നായിട്ട് പ്രകാശിപ്പിച്ചു ഭഗവാൻ തൻ്റെ വിരാട്ടിലെ ഓരോന്നിനെയും. ഈ പരിപൂർണതമനായിട്ടുള്ള കൃഷ്ണസ്വരൂപത്തെ ആവിർഭവിപ്പിക്കുമ്പോൾ, പ്രത്യക്ഷമാക്കുമ്പോൾ, അത് അവരാണ് ചെയ്യുന്നതെങ്കിലും ഭഗവാന്റെ ആജ്ഞ കൊണ്ട് ചെയ്യപ്പെട്ടു. അങ്ങനെയാണ്. ആശാസു ശീതളതരാസു പയോദതോയൈഃ ആശാസിതാപ്തിവിവരേഷു ആശാസിതാപ്തിവിവശേഷു ച സജ്ജനേഷു നൈശാകരോദയവിധൗ നിശിമധ്യമായാം ക്ലേശാപഹസ്ത്രിജഗതാം ത്വമിഹാവിരാസി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ദ്വിതീയ പ്രാസം ശ എന്നുള്ളത് രണ്ടാമത്തെ അക്ഷരമായിട്ട് ആശാസു, ആശാസിത, നൈശാകരോദയ, ക്ലേശാപഹ ഒക്കെ രണ്ടാമത്തെ അക്ഷരം ശകാരമാണ്. അങ്ങനെ ആശാസു ശീതളതരാസു പയോദ തോയൈഃ ആശാസിത ആപ്തി വിവശേഷു ച സജ്ജനേഷു നൈശാകരോദയ വിധൗ നിശി മധ്യമായാം ക്ലേശാപഹ ത്രിജഗതാം ത്വം ഇഹ ആവിരാസി. ആശാസു. ഈ ആശ എന്നുള്ളത് സ്വതേ കാമം. കാമത്തിന് സ്വതേ അതിർത്തിയൊന്നുമില്ല, ഒരു പരിധിയൊന്നും വയ്ക്കാൻ പറ്റില്ല എന്ന കൂടുതലാണ്. ദിക്കുകൾക്ക് ആശ എന്നുള്ളൊരു പേരുണ്ട്, പര്യായം. കാരണം പരിധിയില്ലാത്തതാണ് ദിശ. അതുകൊണ്ട് ആശാസു, ദിശകളിൽ, ദിക്കുകളിൽ. പയോദ തോയൈഹി, മഴ കൊണ്ട്. ഇപ്പോൾ അവിടെ എല്ലാ ദിക്കിലും മഴ പെയ്തു എന്ന് സാരം. ശീതള തരാസു, കൂടുതൽ തണുപ്പുള്ളതാക്കി തീർത്തു. ചെറിയ ചാറ്റൽ മഴ എപ്പോഴും അങ്ങനെയാണ്. മനസ്സിനും പ്രകൃതിക്കും ദേഹത്തിനുമൊക്കെ ഒരു ശീതളിമ തരും. പിന്നെ സജ്ജനേഷുച, സജ്ജനങ്ങളുടെ ആ മനോഭാവത്തിനും ഈ സുഖത്തെ ഭഗവാൻ പ്രദാനം ചെയ്തു. ആശാസിതാപ്തി വിവശേഷു, ആഗ്രഹം സാധിച്ചത് കാരണം കൊണ്ട് എല്ലാവരും ആനന്ദത്തെ നേടിയവരായി. ഓരോരുത്തരുടെയും ആഗ്രഹം എന്താണ്? ഭഗവാൻ അവതരിക്കണം എന്നതാണ്. പിന്നെ തങ്ങൾക്ക് എന്തൊക്കെയോ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ആവശ്യങ്ങളുണ്ടാവും. അത് ചിലതൊക്കെ നിറവേറ്റി കൊടുത്തിട്ടുണ്ട് ഭഗവാൻ ജനിക്കുന്നതിന് മുന്നേ തന്നെ. ഭഗവാൻ വരണോ എന്ന് കേട്ടപ്പോൾ തന്നെ പലർക്കും ആ രീതിയിൽ പലതും നേടി. അവർക്ക് ഇഷ്ടമൊന്നും നേടാനില്ല, അതാണ്. അപ്പം അങ്ങനത്തെ അവർക്കൊക്കെ ഈ ആനന്ദം ഭഗവാൻ ആദ്യമേ തന്നെ കൊടുത്തു. മധ്യമായാം നിശി, രാത്രിയുടെ മധ്യത്തിൽ 12 മണിക്ക് ശേഷം 12:30 കൂടിയിട്ട് നിശീത സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. നമ്മൾ ഉച്ചയ്ക്കുള്ള അഭിജിത്ത് മുഹൂർത്തം പോലെയാണ് രാത്രിയിലുള്ള ഈ നിശീത സമയം. 11:50 മുതൽ 12:30 വരെ. അതേപോലെ തന്നെ രാത്രി 11:50 മുതൽ 12:30, ഇതിപ്പോൾ 12:30 കഴിഞ്ഞിട്ടാണ്. ആ സമയത്താണ് ഭഗവാന്റെ നിശീത സമയത്തിലുള്ള അവതാരം, അർദ്ധരാത്രിയിൽ. പിന്നെ ആ സമയത്താണ് ചന്ദ്രൻ ഉദിച്ചുണ്ടാവുക. അഷ്ടമി ആയതുകൊണ്ട്, അഷ്ടമി ചന്ദ്രൻ എന്ന് പറയുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണല്ലോ വരിക. അവർ തേങ്ങാപ്പൂളിൻ്റെ രീതിയിലാണ് വരിക. അങ്ങനെയുള്ള പകുതി ചന്ദ്രൻ 8, 8, 16, അപ്പോൾ പകുതിയിലധികം ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആ ചന്ദ്രൻ ഉദിച്ചുള്ള സമയത്ത് ത്രിജഗതാം, 3 ലോകത്തിൻ്റെയും ക്ലേശാപഹ, ഊർധ്വലോകം, ഭൂമി, അധോലോകം, 3 ലോകങ്ങൾക്കും ഈ സുഖത്തെ പ്രദാനം ചെയ്തു കൊടുത്തുകൊണ്ട് ദുഃഖങ്ങൾ നശിപ്പിക്കുന്നതായിട്ടുള്ള ക്ലേശാപഹ, എല്ലാ ക്ലേശങ്ങളെയും, ക്ലേശങ്ങളെ മുഴുവൻ തീർത്താൽ തന്നെ ഏറെക്കുറെ മൊത്തം സുഖമായി എന്ന് പറഞ്ഞാൽ പറയാം. കാരണം ഈ ആസക്തി ദോഷം തീർന്നാൽ തന്നെ ഏറെക്കുറെ രക്ഷപ്പെട്ടു. അങ്ങനെയാണ്. അപ്പോൾ ഈ ആസക്തി തീരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യണത്. അതാണ് ഭഗവാൻ ഈ ബാലലീല ഇത്രയും കൂടുതൽ കാണിക്കാനുള്ള കാരണം. അപ്പം അങ്ങനെ ക്ലേശങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാക്കുക എന്ന ആ ഭഗവാന്റെ ഈ ഭാവം, ത്വം ഇഹ ആവിരാസി, അതിനു വേണ്ടിയിട്ട് ഇവിടെ അവതാരത്തെ ചെയ്തു.
അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം. അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം. അവിദ്യ എന്നുള്ളത് ജ്ഞാനമില്ലായ്ക. അസ്മിത എന്നുള്ളത് ഞാൻ ദേഹമാണെന്നുള്ള ബോധം. രാഗം എന്നുള്ളത് കാമാദി 18 ചിത്തകൾ. ദ്വേഷം എന്നുള്ളത് എല്ലാവരിനോടും ഒരു വെറുപ്പ്. അസൂയ, മാത്സര്യ, ഈർഷ്യ, അവമാന, ക്ഷുൽപിപാസാദികളൊക്കെ അതിൽ പെടും. ഇങ്ങനെ ചീത്തകൾ മുഴുവൻ 36 ചീത്തകളും പിന്നെ കുറച്ചും കൂടി ഉണ്ട്. അതാണ് ഈ അവിദ്യ, അസ്മിത, മറ്റേ ഈ എന്താ പറയുക, വിനയമില്ലായ്മ തൊട്ടുള്ള കാര്യങ്ങളൊക്കെ. അസൂയ, മാത്സര്യ, ഈർഷ്യ, അവമാനം എന്നൊക്കെ പറഞ്ഞിട്ടേ അതൊക്കെ അതിൽ പെട്ടതാ. അപ്പോൾ 36 പിന്നൊരു കുറച്ചും കൂടി, അത് എത്രയാ വെച്ചാൽ ശരിയ 50 മീതെ കാണും, പല ദോഷങ്ങളായിട്ട് കാണുമ്പോഴേ. ഏതായാലും അതൊക്കെ ഇല്ലാണ്ടാവും ഭഗവാന്റെ ഈ അവതാരം കൊണ്ട്. അത് അവതാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനം അവതാരത്തെ വർണ്ണിക്കുന്നേക്കാൾ കൂടുതൽ അവതാരം കൊണ്ടുള്ള ഫലത്തെ വർണ്ണിക്കുന്നതാണ് താല്പര്യം. കാരണം എല്ലാം സുഖമായിട്ട് വന്നു, അത് സുഖമായി, ഇത് സുഖമായി, ഇത് സുഖമായി, ഇത് സുഖമായി. അപ്പം അങ്ങനെ സുഖമാവണമെച്ചാൽ എന്ത് വേണം? ഈ ചീത്തകൾ മുഴുവൻ ഇല്ലാണ്ടാവണം. നമ്മിൽ സ്ഥായിയായിട്ടുള്ളൊരു ഭാവമുള്ളത് സ്വതേ ചീത്തയാണ്. രജോ ഗുണം തമോ ഗുണമാണ്. സാത്വിക ഗുണം കുറച്ചേ ഉള്ളൂ. അത് സ്ഥിരമായിട്ടുള്ള ഉപാസന കൊണ്ട് മാത്രം കിട്ടുന്നതായിട്ടൊരു ഭാവമാണ്. അതുകൊണ്ടാണ് ഭക്തന്മാർക്ക് സാത്വിക ഭാവം എന്ന് പറയാനുള്ള കാരണം. അവർ സ്വയം പ്രകാശിത ഭാവത്തിലെത്താനുള്ള കാരണം ഈ ഭക്തിയാണ്. അപ്പോൾ അതിനെ ഉണ്ടാക്കി തീർക്കലാണ് ബാലലീല തൊട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് ചെയ്യുന്നത്. അതിൻ്റെ വിശദീകരണമാണ് ഈ ഒടുക്കം ഉദ്ധവോപദേശം അല്ലെങ്കിൽ ഗീതോപദേശം. അതൊക്കെ ആശാസു ശീതളതരാസു പയോദതോയൈഹി ആശാസീത ആപ്തിവിവശേഷു ച സജ്ജനേഷു നൈഷാകരോദയവിധൗ നിശി മധ്യമായാം ക്ലേശാപഹസ്ത്രിജഗതാം ത്വം ഇഹ ആവിരാസി. ആശാസു പയോദതോയൈഹി ശീതളതരാസു സജ്ജനേഷു ച ആശാസിത ആപ്തിവിവശേഷു. ആശിച്ചതൊക്കെ സാധിച്ചു എന്നുള്ള ആ വിവശത ആനന്ദമായിട്ട് മാറിയപ്പോൾ, അതാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ആശിച്ചതൊക്കെ ആശാസിതാപ്തി, അവിടെ മുഴുവൻ അത് കിട്ടി എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ വിവശേഷം, ആ വൈവശങ്ങൾ മുഴുവൻ തീർന്നതായിട്ടുള്ളൊരവസ്ഥയാണ് ഈ ആശാസിതാപ്തി വിവശേഷം. അതിന് വേണ്ടിയിട്ട് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ സമയത്ത് അനുഭവിക്കാൻ വേണ്ടിയിട്ടും മധ്യമായ നിശി, നൈശാകരോദയ, നിശി ആണ്, നിശി രാത്രിയിലാണ്. ഉദയ വിധൗ, നൈശാകരോദയ വിധൗ, അങ്ങനെയുള്ള ആ ചന്ദ്രൻ ഉദിച്ചു ഉയർന്ന സമയത്ത് നിശയിൽ ആകരോദയം, അങ്ങനെ ഭഗവാൻ ഉദിച്ച് ഉയർന്ന നൈശാകരൻ്റെ, നൈശാകരൻ എന്ന് പറയുമ്പോൾ ഉടുപതിയായിട്ടുള്ള ചന്ദ്രൻ, ഈ ഭഗവാന്റെ ആ സമയത്ത് ചന്ദ്രൻ്റെ ഉദയം കൃഷ്ണചന്ദ്രൻ എന്നുള്ള നിലയ്ക്കാണ്. അവിടെ ബാക്കിയുള്ളവർക്കൊക്കെ പൂർണ്ണചന്ദ്രനായിട്ട് അനുഭവപ്പെട്ടു എന്നാണ്. ഇവിടെ അഷ്ടമിചന്ദ്രനാണ് എങ്കിലും അത് നൈശാകരനായിട്ടുള്ള ഈ ചന്ദ്രൻ്റെ ഉദയം കൊണ്ട് അവിടെ ത്രിജഗത്തിലുള്ള സാത്വികൾക്ക് മുഴുവൻ ഇത് പൂർണ്ണചന്ദ്രൻ പരിപൂർണതമനായതുകൊണ്ടാണ്. പരിപൂർണതമനായിട്ടുള്ള കൃഷ്ണചന്ദ്രനും അഷ്ടമി ചന്ദ്രനും രണ്ടും കൂടിയിട്ട് സന്തോഷത്തെ പ്രദാനം ചെയ്തു. അതിനു വേണ്ടിയിട്ട് ഭഗവാൻ അവതരിച്ചു എന്നാണ്. ആശാസു ശീതളതരാസു പയോദതോയൈഹി ആശാസിതാപ്തിവിവശേഷു ച സജ്ജനേഷു നൈശാകരോദയവിധോ നിശി മധ്യമായ ക്ലേശാപഹ ശ്രീജഗതാം ത്വമിഹാവിരാസി. ഇനി ഈ അവതരിച്ചതായിട്ടുള്ള ഭഗവാന്റെ രൂപത്തെ പറയണം. ബാല്യസ്പൃശാവി വപുഷാ ദധുഷാ വിഭൂതീഹി ഉദ്യൽ കിരീട കടകാംഗദഹാരഭാസ ശംഖാരി വാരി ജഗദാ പരിഭാസിതേന മേഘാസിതേന പരിലേസിത സൂതിഗേഹേ. ഇപ്പോൾ ഭഗവാൻ അവതരിച്ച സമയത്ത് തന്നെ അച്ഛനമ്മമാർക്ക് തൻ്റെ യഥാർത്ഥത്തിലുള്ള വിഷ്ണു സ്വരൂപത്തെ ഒന്ന് കാണിച്ചു കൊടുത്തു. അതായത് താൻ ആര് എന്നുള്ളത് മനസ്സിലാക്കിയാലാണ് ഈ ജന്മം കൊണ്ട് ഇനി മുക്തി കിട്ടുള്ളൂ.
അതിനുള്ള ചില കാര്യങ്ങളും ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തു. അപ്പോൾ ബാല്യസ്പൃശാഭി, ഈ ബാല്യാവസ്ഥയോട് കൂടിയിട്ട് ചെറിയ കുഞ്ഞായിട്ടാണ് വന്നത് എങ്കിലും തൻ്റെ വിഭൂതികളെ മുഴുവൻ, വിഭൂതിഹി ദധുഷ, മുഴുവൻ വഹിച്ചിട്ടുള്ളതായിട്ടുള്ള ആ ഭഗവാൻ അവിടെ ചതുർബാഹു വിഷ്ണു സ്വരൂപത്തിൽ ദർശനം കൊടുത്തു. തിളങ്ങുന്നതായിട്ടുള്ള കിരീടം, പിന്നെ വള, തോൾവള, മാല, മോതിരം തുടങ്ങിയിട്ടുള്ള എല്ലാ ആഭരണങ്ങളും, അപ്പോൾ പഞ്ചിലമ്പ് തൊട്ടങ്ങോട്ടും മുളിക്ക്, പൊന്നരിഞ്ഞാനായാലും പൂണൂലായാലും മോതിരം, വള, കടകം, കടിസൂത്രം, എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെ. പിന്നെ മകര കുണ്ടലങ്ങൾ, പൊന്നിൻ കിരീടം, ഇങ്ങനെ ആഭരണങ്ങൾ ഏതൊക്കെയാണ് വേണ്ട വെച്ചാൽ അതൊക്കെ. അതേപോലെ ഹാരങ്ങൾ, രത്നഹാരങ്ങളായാലും പുഷ്പമാലകളായാലും വനമാലയായാലും മറ്റേതൊക്കെ രത്നവും സ്വർണവും അങ്ങനെ പലതും ഉണ്ടല്ലോ, അതെല്ലാം മാലകളാക്കിക്കൊണ്ട്. പിന്നെ അടുത്തത് ആയുധങ്ങൾ, ശംഖചക്ര ഗദാപത്മം, ചതുർബാഹു വിഷ്ണു സ്വരൂപത്തിലാണ്. ഭഗവാന്റെ നിറം മേഘനിറാണ്, നീല ശ്യാമളവർണ്ണനാണ്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പ്രഭ, സൂര്യരശ്മി പോലെ തന്നെ പ്രഭ ഇങ്ങനെ പുറമേക്ക് ഒരു ഓറ അധികമായിട്ട് പ്രകാശം കാണും. അത് പ്രസവഗൃഹത്തിലേക്ക് പ്രവേശിച്ചു. ഭഗവാന്റെ അവതാരത്തോട് കൂടിയിട്ട് ഇരുട്ട് നിറഞ്ഞതായിട്ടുള്ള ഈ കാരാഗൃഹം, ദേവകിയും വസുദേവരെയും ചങ്ങലക്കിട്ടുള്ള മുറി പ്രകാശപൂരിതമായി തീർന്നു. ബാല്യസ്പൃശാഭി വപുഷ ദധുഷ വിഭൂതിഹി ഉദ്യത് കിരീട കടകാംഗത ഹാരഭാസ ശംഖാരി വാരിജ ഗദ പരിഭാസിതേന മേഘാസിതേന പരിലേസിത സൂതികേഹേ. ബാല്യസ്പൃശ അഭി വിഭൂതിഹി ദധുഷ ഉദ്യൽ കിരീട കടകാംഗത ഹാരഭാസ ശംഖാരി വാരിജ ഗദ പരിഭാസിതേന മേഘാസിതേന വപുഷ സൂതികേഹേ പരിലേസിത. അപ്പം ഇങ്ങനെ പ്രാകൃത ബാലനായിട്ട് വന്നു. വിഭൂതികളെ സ്വീകരിച്ചുകൊണ്ട് ആടെ ആഭരണങ്ങളോട് കൂടിയിട്ട് സർവാഭരണ വിഭൂഷിതനായിട്ട് ചതുർബാഹു വിഷ്ണു സ്വരൂപം സ്വീകരിച്ച് ശംഖചക്ര ഗദാപത്മധാരിയായിട്ട് മേഘവർണ്ണത്തിലുള്ള ആ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള പ്രത്യക്ഷ ദർശനത്തെ കൊടുത്ത ആ ഭഗവാൻ ഇരുട്ട് നിറഞ്ഞതായിട്ടുള്ള ഈ കാരാഗൃഹത്തെ പ്രകാശപൂരിതമാക്കി തീർത്തു എന്ന് ഈ ശ്ലോകം. പക്ഷസ്ഥലി സുഖനിലീന വിലാസി ലക്ഷ്മി മന്ദാക്ഷ ലക്ഷിത കടാക്ഷ വിമോക്ഷഭേദൈ തന്മന്ദിരസ്യ ഖലകം സകൃതാമലക്ഷ്മീം ഉന്മാർജയന്നിവ വിരേജിത വാസുദേവ. അല്ലയോ വാസുദേവ, വസുദേവർക്ക് പുത്രനായിട്ടുള്ള വാസുദേവൻ, വസനാലിരി വാസുദേവൻ. വക്ഷസ്ഥലി സുഖ നിലീന നിവാസി ലക്ഷ്മി മന്ദാക്ഷ ലക്ഷിത കടാക്ഷ വിമോക്ഷ ഭേദൈ. ഭഗവാന്റെ വക്ഷസ്സിൽ ലക്ഷ്മി ഇരിക്കുന്നുണ്ട്. ആ ലക്ഷ്മി ഭഗവാന്റെ മാറത്തിരിക്കുന്നത് കൊണ്ട്, മനസ്സിലിരിക്കുന്നത് കൊണ്ട്, ഹൃദയത്തിലിരിക്കുന്നത് കൊണ്ട് അതിസുന്ദരിയായിട്ടുള്ള പ്രധാനയായിട്ടുള്ള എല്ലാവരെയും രക്ഷിക്കുക എന്ന സ്വഭാവം സ്ഥിരമായിട്ടുള്ള, എല്ലാ വസ്തുക്കൾക്കും അധിപതിയായിട്ടുള്ള, ഐശ്വര്യത്തിൻ്റെ സമ്പത്തിൻ്റെ തൊട്ടുള്ള ഓരോന്നിൻ്റെയും അധിപതിയായിട്ടുള്ള ഈ ലക്ഷ്മി ദേവി കുറച്ചൊരു ലജ്ജയോട് കൂടിയിട്ട് ഭഗവാന്റെ ഈ കണ്ണിലേക്ക് തന്നെ നോക്കിയിട്ട് ആ നോട്ടം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കുന്ന രീതിയിലുള്ള വൈവിധ്യങ്ങളെ ആ ഹൃദയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹൃദയം കൊണ്ടൊരു സംവാദം, അത് കണ്ണുകളെ കൊണ്ട് നടത്തി. അതൊരു വലിയ ആലങ്കാരികമായിട്ടുള്ള ഒരു പ്രശംസയാണ്. ശ്ലോകത്തിൻ്റെ ഭംഗി കൂട്ടി. അതേപോലെ തന്നെ ഈ ലക്ഷ്മിയുടെ രക്ഷിക്കുക എന്നുള്ള ഭാവത്തെ നമുക്ക് നല്ലോണം കാണിച്ചു തന്നു. ഭഗവാനിൽ അതിപ്രേമമുള്ള, ഒട്ടും വിട്ടുപിരിയാൻ വയ്യാത്ത രീതിയിലുള്ള ഭാവമാണ് ലക്ഷ്മിക്കുള്ളത് എന്ന് കാണിച്ചു തന്നു. ഭഗവാനും ലക്ഷ്മിയെ അത്രയ്ക്ക് ഇഷ്ടമാണ് എന്ന് കാണിച്ചു തന്നു. ഇങ്ങനെ വിമോക്ഷഭേദൈഹ്യ വൈവിധ്യങ്ങളെ കൊണ്ട് പലതും തൻ മന്ദിരസ്യ ആ ഗൃഹത്തിൽ, ഈ കാരാഗൃഹത്തിൽ ഖല കംസകൃതാം ദുഷ്ടനായിട്ടുള്ള കംസനാൻ ചെയ്യപ്പെട്ടതായിട്ടുള്ള അലക്ഷ്മിയും. അവിടെ കാരാഗൃഹത്തിൽ ഇരുട്ടാണ്, ദുഃഖം മാത്രമേ ഉള്ളൂ. അവിടെ ചങ്ങലക്കിട്ടിറക്കുകയാണ്.
അടിമ ഭാവത്തിലായിപ്പോയി. ഇപ്പോൾ ഒരു തെറ്റും ചെയ്യാത്തവരാണ് അച്ഛനമ്മയും ദേവകിവസുദേവന്മാർ. ഭഗവാനും കൂടി അവിടെ എത്തി. അപ്പോൾ ഭഗവാനും കംസന്റെ കാരാഗ്രഹത്തിലാണ് കിടക്കുന്നത് ആ സമയത്ത്. പക്ഷേ ആ ലക്ഷ്മിയെ ഭഗവാൻ തൻ്റെ വക്ഷസ്സിലിരിക്കുന്നതായിട്ട് ലക്ഷ്മിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് ലക്ഷ്മിയുടെ ഇച്ഛയ്ക്കനുസരിച്ച് ആ അലക്ഷ്മി ഇല്ലാണ്ടേ, ലക്ഷ്മിയുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ആ ലക്ഷ്മി ഇല്ലാണ്ടേ. ഉന്മാർജയന്നിവ വിരേജിത. അപ്പോൾ ഈ ഐശ്വര്യഭാവത്തെ മുഴുവനും പ്രകടിപ്പിക്കുന്ന ഭാവത്തിൽ ലക്ഷ്മി കൂടി ആ വക്ഷസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഈ വിഷ്ണു നമ്മെ എല്ലാ അർത്ഥത്തിലും, അതായത് ഏതെങ്കിലും ഒരു തരത്തിൽ അലക്ഷ്മിയെ ഇല്ലാതെയാക്കുക എന്ന ഭാവത്തിൽ അവിടെ നന്നായിട്ട് തന്നെ ശോഭിച്ചു ഭഗവാൻ. വക്ഷസ്ഥലി സുഖനിലീന വിലാസി ലക്ഷ്മി മന്ദാക്ഷ ലക്ഷിത കടാക്ഷ വിമോക്ഷ ഭേദൈഃ തന്മന്ദിരസ്യ ഖല കംസകൃതാം അലക്ഷ്മീം ഉന്മാർജയന്നിവ വിരേജിത വാസുദേവ. അപ്പോൾ കംസന്റെ ദുഷ്ടതയെ ഈ ലക്ഷ്മി വന്നു കഴിഞ്ഞപ്പോൾ ആ ഇരുട്ടിനെ ഇല്ലാണ്ടാക്കി തീർത്തു ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട്, ഭഗവാൻ ലക്ഷ്മിയെയും കൂടെ കൊണ്ടുവന്നത് കൊണ്ട് എന്നും കൂടി അവിടെ ഒരു അർത്ഥം. ഭഗവാൻ മാത്രമേ വേണ്ടൂ, പക്ഷെ എപ്പോഴും ഭഗവാന്റെ കൂടെ ഈ ലക്ഷ്മി ഉണ്ടാവും. സൂര്യൻ്റെ കൂടെ പ്രകാശമുള്ളതുപോലെ, നക്ഷത്രങ്ങൾ സ്വയം പ്രകാശിക്കുന്നത് പോലെ, രത്നങ്ങൾക്ക് ആ ശോഭയുള്ളതുപോലെ. അപ്പം അങ്ങനെ ഭഗവാൻ എപ്പോഴും അങ്ങനെയാണ്. വിളക്കിന് തീയിന് ആ ഒരു പ്രഭ എപ്പോഴും ഉണ്ടാവുമല്ലോ ആ കൂട്ടത്തിൽ. അത് നമ്മളായിട്ട് മറക്കാഞ്ഞാൽ മതി, കാർമേഘമായിട്ട് വരാഞ്ഞാൽ മതി. ആകാശത്തിൽ മറ്റൊരു പ്രകാശമായിട്ടുള്ള ചന്ദ്രൻ വന്നാലും നക്ഷത്രത്തെ കാണില്ല. അതിൻ്റെ ചന്ദ്രൻ്റെ പിന്നിലുള്ള നക്ഷത്രത്തെ, തൊട്ടടുത്ത നക്ഷത്രത്തെ കാണില്ല, ഈ പ്രകാശത്തിൻ്റെ തീവ്രത കാരണം കൊണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ അതൊരു ഇരുട്ടാണ്. ചന്ദ്രൻ്റെ പ്രകാശം നക്ഷത്രങ്ങളെ കാണാനില്ലാത്ത രീതിയിൽ ചിലപ്പോൾ പൗർണമി ചന്ദ്രനൊക്കെ ശരത്കാലത്തെയാണെന്ന് വെച്ചാൽ പറയും വേണ്ട, നല്ലോണം പ്രകാശിക്കും. അപ്പോൾ നമുക്ക് കാണില്ല. അപ്പോൾ അതും ഒരു നക്ഷത്രത്തെ മറയ്ക്കുന്ന രീതിയിലുള്ളൊരു ഇരുട്ടാണ് സാരം. അത്രയേ ഉള്ളൂ. അതിനെ ഇരുട്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, പ്രകാശമാണ്. എങ്കിലും ഇനി 5ാമത്തെ ശ്ലോകം. ശൗര്യസ്തു ധീര മുനിമണ്ഡല ചേതസോപി ദൂരസ്ഥിതം വപുരുദീക്ഷ നിജേക്ഷണാഭ്യാം ആനന്ദബാഷ്പുളകോദ്ഗമ ഗദ്ഗദാർദ്ര തുഷ്ടാവ ദൃഷ്ടിം മകരന്ദരസം ഭവന്തം. ശൗരിഹിതു, ഈ സമയത്ത് ശൂരസേനന്റെ പുത്രനായിട്ടുള്ള വസുദേവര് ധീരമുനി മണ്ഡല ചേതസഹ അഭി, ജ്ഞാനികളായിട്ടുള്ള മഹാഋഷിമാരുടെ മനസ്സിൽ പോലും സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള, അതേപോലെ തന്നെ മഹാഋഷികൾക്കും കിട്ടാത്തതായിട്ടുള്ള ഈ ഭഗവാന്റെ സാന്നിധ്യം, ദൂരസ്ഥിതം വപുഹു. ഭഗവാനെ ഇപ്പോൾ ആർക്കും അങ്ങനെ കിട്ടിയിട്ടില്ല, പക്ഷെ വസുദേവർക്ക് കിട്ടി. നിജേക്ഷണാഭ്യാം, തൻ്റെ കണ്ണുകൾക്ക് നന്നായിട്ട് കാണാൻ സാധിച്ചു. അതുകൊണ്ട് ഉദീക്ഷ, നന്നായിട്ട് തന്നെ ഭഗവാനെ നോക്കി. ദൃഷ്ടി മകരന്ദരസം, ആ കണ്ണുകൾക്ക് അത് മകരന്ദരസമായിട്ട് മാറി. മകരന്ദരസം എന്ന് വെച്ചാൽ മധുപൂർന്ന, അല്ലെങ്കിൽ തേന്, മാധുര്യം എന്നുള്ള അർത്ഥത്തിൽ മകരന്തം, പൂക്കളുടെ തേൻ എന്നുള്ള നിലയ്ക്ക് തന്നെ. അങ്ങനെ രസത്തെ കൊടുക്കുന്നതായിട്ടുള്ള ഭാവത്തിലെ ഭവന്തം, ഭഗവാനെ അങ്ങയ്ക്ക് ഈ വസുദേവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ സാധിച്ചു എന്ന അർത്ഥത്തിലാണ്. ആനന്ദബാഷ്പ പുളകോദ്ഗമ ഗദ്ഗദാർദ്ര തുഷ്ടാവ. അപ്പോൾ ഈ കണ്ണിൽ നിന്ന് സന്തോഷ കണ്ണുനീര്, ഒപ്പം ശരീരത്തിലെ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് രോമാഞ്ചം, മാത്രമല്ല വാക്കുകൾ പുറമേക്ക് വരാതെ കണ്ട് ഗദ്ഗദം, വാക്ക് അവിടെ മുട്ടി, അവിടെ വരുന്നില്ല, അവിടെ തൊണ്ടയിൽ തടഞ്ഞു പോയി. പിന്നെയോ മനസ്സ് അലിഞ്ഞുകൊണ്ട് ആർദ്രഭാവത്തോട് കൂടിയിട്ടാണ് കണ്ണ് നനഞ്ഞ് നന്നായിട്ട് സ്തുതിക്കുകയും ചെയ്തു. കാരണം ത്രികാലജ്ഞാനിയാണ്, നല്ല കഴിവുണ്ട്. അപ്പോൾ നന്നായിട്ട് ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു വസുദേവരും ദേവകിയും ഒക്കെ സ്തുതിച്ചു. ശൗര്യസ്തു ധീര മുനിമണ്ഡല ചേതസോപി ദൂരസ്ഥിതം വപുരുദീക്ഷ നിജേക്ഷണാഭ്യാം ആനന്ദബാഷ്പ പുളകോദ്ഗമ ഗദ്ഗദാർദ്രസ്തുഷ്ടാവ
ദൃഷ്ടിമകരന്ദരസംഭവന്തം ശൗരിഃ തു ധീരമുനിമണ്ഡലചേതസഃ അപി ദൂരസ്ഥിതം വപുഃ നിജ ഈക്ഷണാഭ്യാം ഉദീക്ഷ്യ ദൃഷ്ടി മകരന്ദരസം ഭവന്തം ആനന്ദ ബാഷ്പ പുളക ഉദ്ഗമ ഗദ്ഗദ ആർദ്ര തുഷ്ടാവ. എന്നിട്ട് നന്നായിട്ട് സ്തുതിച്ചു എന്ന്. ഇനി 6ാമത്തെ ശ്ലോകം. ദേവാ പ്രസീദ പരപൂരുഷ താപവല്ലി നിർലോനിദാത്ര സമനേത്ര കലാവിലാസിൻ ഖേദാനപാകുരു കൃപാ ഗുരുഭി കടാക്ഷൈഃ ഇത്യാദി തേന മുദിതേന ചിരം നുതോ ഭൂം. അപ്പോൾ പരപുരുഷ, പരംപുരുഷ, പരംപുമാനെ എന്നർത്ഥത്തിൽ. പരപുരുഷാച്ചാൽ അന്യപുരുഷ എന്നുള്ള അർത്ഥത്തിലല്ല, പരംപുരുഷ, പരമമായിട്ടുള്ള ഈശ്വര, പരമാത്മസ്വരൂപ വിഷ്ണു. താപവല്ലി നിർലോനിത അത്ര സമനേത്ര കലാവിലാസിൻ ദേവ. താപമാകുന്ന വള്ളിയെ, താപവല്ലി, താപമാകുന്ന ഈ വള്ളി, അതായത് ചൂട് മുറിക്കുന്നതിന് നിർലോനിത അത്ര സമനേത്ര, ആ വള്ളിയെ മുറിക്കുന്നതിനുള്ള കത്തി പോലെ കലൗ അസ്മിൻ കലാവിലാസിൻ, അവിടെ കത്തി പോലെ ഇരിക്കുന്നതും ശോഭയോടു കൂടിയ കണ്ണുകളോട് കൂടിയും മായ കൊണ്ട് ശോഭിക്കുന്നവനുമായ അല്ലയോ ദേവ എന്നെല്ലാം വിശദമായിട്ട് അർത്ഥങ്ങൾ കൊടുത്തിരിക്കണം. അവിടെ താപത്രയങ്ങളാകുന്ന ഏതൊക്കെ താപത്രയങ്ങൾ? ശോക, ദുഃഖ, ഭയങ്ങൾ. അതേപോലെ 3 ആധികൾ: ആധിദൈവം, ആധി ഭൗതികം, ആധി ആത്മികം. ഇങ്ങനെയുള്ള 3 ശോകങ്ങളും 3 ആധികളും ഇല്ലാണ്ടാക്കുന്നതായിട്ടുള്ള ആ വള്ളികളെ നിർലോനം ചെയ്യുന്ന, അതാണ് വള്ളികൾ. ഈ ദുഃഖമാണ് വള്ളികൾ. അതിനെ ഛേദിച്ചുകൊണ്ട് നിർലോനം ചെയ്യാൻ വേണ്ടിയിട്ട് ദാത്രങ്ങളായിരിക്കുന്ന കത്തി പോലെ ആണ് ഭഗവാന്റെ ഈ സാന്നിധ്യം. ആ ഭഗവാന്റെ ലീലകളെ വർണ്ണിക്കുന്നതൊക്കെ ഈ കത്തിയാണ്. അപ്പോൾ ആ കത്തി കൊണ്ട് ഈ താപത്രയങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാക്കാൻ സാധിക്കും, നശിപ്പിക്കാൻ സാധിക്കും. സമനേത്രൻ, സമഭാവനയുള്ളതായിട്ടുള്ള ഭഗവാന്റെ ഒരു പ്രത്യേക ഭാവമാണ്. ഭഗവാൻ എപ്പോഴും സായിഭാവ, ഭക്തനോട് പ്രത്യേകമായിട്ടുള്ളൊരു ഭാവം ഉണ്ട് എന്ന് പറയണമെന്നേ ഉള്ളൂ. ഭക്തനും അഭക്തനും ഭഗവാന്റെ സ്വതേ തുല്യനാണ്. അപ്പോൾ അഭക്തന് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ സാധിക്കില്ല, ഭക്തന് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ സാധിക്കും. ഇത്രയും വ്യത്യാസമുള്ളൂ. അത് ഭഗവാന്റെ ഈ പക്ഷഭേദം കൊണ്ടല്ല, ഭഗവാന്റെ പക്ഷഭേദമില്ല. എങ്കിലും ഇവിടെ ഈ പരമഭക്തന്മാരായിട്ടുള്ള ദേവകി വസുദേവന്മാർക്ക് ഇനി ഭഗവാനെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഗോപന്മാരോ ഗോപികളോ നമ്മളോ ഒക്കെ ആയാലും ഈ ഭഗവാന്റെ സമഭാവന, അങ്ങനെയുള്ള കണ്ണുകൾ, കലാവിലാസിൻ, മായയുടെ, അതൊരു കലാവിലാസിനാണ്. അതായത് മായക്കണ്ണൻ എന്ന് പറയാം. കാരുണ്യത്തോടു കൂടിയിട്ട് നോക്കുന്ന, കാരുണ്യ നോട്ടമുള്ള ഭഗവാൻ, മായ പുഞ്ചിരി കാണിക്കുന്ന ഭഗവാൻ, ചിരിച്ച് വശീകരിക്കുന്നതായിട്ടുള്ള, നമ്മുടെ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാണ്ടാക്കുന്നതായിട്ടുള്ള ഭാവം. അത് ഹിരണ്യകശിപുവിനെ നോക്കിയാലും ചിരിക്കുക തന്നെ ചെയ്യാം. വല്ലവരും യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ അപ്പോഴും ചിരിക്കുക തന്നെ ചെയ്യാം. പൗണ്ഡ്രകവാസുദേവനെ കണ്ടപ്പോഴും ഭഗവാൻ ചിരിക്കുകയുണ്ടായത്. ശിശുപാലൻ ഈ രാജസൂയ സദസ്സിൽ വെച്ചിട്ട് 100 അപരാധങ്ങൾ പറയുന്ന സമയത്തും ഭഗവാൻ ചിരിക്കുക തന്നെ ഉണ്ടായത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഭഗവാന്റെ ചിരി എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവില്ല. ദുര്യോധനൻ കെട്ടാൻ വേണ്ടി ചെന്നപ്പോഴും ചിരിച്ചു. രാജസൂയത്തിൽ കണ്ണിങ്ങനെ കാണാതെ കണ്ട് അഗ്രാസന പൂജ ചെയ്യുന്ന യുധിഷ്ഠിരനെ നോക്കിയിട്ടും ഭഗവാൻ ചിരിക്കാണ്ടായത്. പാഞ്ചാലി ദുര്യോധനൻ ഇങ്ങനെ വെള്ളത്തിൽ വീണപ്പോൾ ആ സഭയിൽ വന്നിട്ട് അപമാനിതനാകുന്ന ഒരു രീതിയിൽ വെള്ളത്തിൽ വീണ് കഴിഞ്ഞപ്പോൾ ചിരിച്ചപ്പോൾ പാഞ്ചാലി ചിരിക്കാണ്ടായത്. പാഞ്ചാലി ചിരിക്കാനുള്ള കാരണം തന്നെ കൃഷ്ണന്റെ ചിരി കണ്ടിട്ടാ. അപ്പോൾ മായപുഞ്ചിരി കുറച്ച് കടുപ്പാ. ഭഗവാന്റെ കണ്ണും അതെ, കണ്ണ് എത്താത്തതായിട്ടുള്ളൊരു സ്ഥലമില്ല. ദുര്യോധനൻ അമ്മയുടെ അടുത്തേക്ക് ശരീരത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ സകല പാതിവ്രത്യ ശക്തിയും സ്വയം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഭഗവാൻ നല്ലോണം നോക്കി എന്നിട്ടും ചിരിച്ചു. നോട്ടം അങ്ങനെ ഉണ്ടായത്.
നഗ്നനായിട്ടാണ് ദുര്യോധനൻ പോണത്. അമ്മയുടെ അടുത്തേക്ക് പ്രായപൂർത്തിയായിട്ടുള്ള ഒരാൾ നഗ്നനായിട്ട് പോകാൻ പാടുമോ ചോദിച്ചു. അമ്മയല്ലേ, അതുകൊണ്ട് കാര്യമില്ല, പെണ്ണല്ലേ ചോദിച്ചു. അത് ശരിയാ. അപ്പോൾ ഒരു എന്തോ ഒരു ഇല എടുത്തിട്ട്, നമ്മുടെ ഭാഷയിൽ പറയുമ്പോൾ ചേമ്പിൻ്റെ അടുത്ത് മറിച്ചു. ആ ചേമ്പിൻ്റെ അടുത്ത് മറിച്ചപ്പോൾ വലിയ ചേമ്പിൻ്റെ ഇലയാ, വലിയ ശരി ഈ മറ്റേ ദുര്യോധനൻ്റെ. അപ്പോൾ പൊക്കിളിന് താഴെ മുട്ട് വരെ ഈ ചേമ്പിൻ്റെ ഇല അങ്ങോട്ട് മറഞ്ഞു. ചേമ്പിൻ്റെ ഇല കൊണ്ട് ഈ ഗാന്ധാരിക്ക് ഇത് കാണാൻ കഴിഞ്ഞില്ല. ഭഗവാന്റെ നോട്ടവും ചെറിയ കാരണം. അപ്പം അതിൻ്റെ അർത്ഥം മനസ്സിലാവാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ ഇവിടെ ഭഗവാന്റെ നോട്ടം ഇങ്ങനെയാണ്. താപവല്ലി നിർലോനിത അത്ര സമനേത്ര കലാവിലാസിൻ. വല്ലാത്തൊരു കലയാണത്, ഈ നോട്ടമാകുന്ന കല. അങ്ങനെ ദേവത്വം കാണിക്കുന്നതായിട്ടുള്ള ഭഗവാനെ പ്രസീത, നന്നായിട്ട് പ്രകാശിക്കൂ, നന്നായിട്ട് പ്രസാദിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ എന്നർത്ഥം. കൃപാഗുരുഭി, ഇനിയോ കാരുണ്യാണ്. എപ്പോഴും ഭഗവാന് ഭക്തന്മാരോട് വലിയ കൃപയാണ്, കാരുണ്യാണ്. കടാക്ഷേഹി, കാരുണ്യ നോട്ടം കൊണ്ട് ഞങ്ങളെ രക്ഷിക്കൂ, മായ പുഞ്ചിരി കൊണ്ട് ഞങ്ങളെ രക്ഷിക്കൂ. ഖേദാൻ അപാഗുരു, ദുഃഖങ്ങളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യൂ. ഇത്യാദി മുദിതേന തേന ചിരം നുതോഭൂഹു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വസുദേവര് ശ്രീകൃഷ്ണനെ സ്തുതിച്ചു എന്ന് സാരം. ദേവ പ്രസീദ പരപൂരുഷ താപവല്ലി നിർലോനിതാത്ര സമനേത്ര കലാവിലാസിൻ ഖേദാൻ അപാഗുരു കൃപാഗുരുഭി കടാക്ഷൈഹി ഇത്യാദി തേന മുദിതേന ചിരം നുതോഭൂ. ഇപ്പോൾ എല്ലാവരും സ്തുതിച്ചിട്ടുണ്ട്, ബ്രഹ്മാവ് സ്തുതിച്ചിട്ടുണ്ട്, വസുദേവർ സ്തുതിച്ചിട്ടുണ്ട്, ദേവകി സ്തുതിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ സ്തുതിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഭഗവാൻ നമ്മളോടും കൃപ കാണിക്കുമാറാകട്ടെ. ബാക്കി 7ാമത്തെ ശ്ലോകം തൊട്ട് അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ.